ഹലോ, ഇന്ന് നമുക്കൊരു മീൻ കറി ഉണ്ടാക്കിയാലോ? നല്ല കുറുകിയ ചാറും അതുപോലെ അസാധ്യ രുചിയിലുമുള്ള ഒരു മീൻ കറി. വെറുതെ പറയണല്ല കേട്ടോ, നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. ഏത് മീനായാലും കുഴപ്പമില്ല, ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഉണ്ടാക്കൂ. അപ്പോൾ നമുക്ക് മീനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഞാൻ മീനൊക്കെ കഴുകി എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ 1 കിലോയോളം ഉണ്ട് കേട്ടോ മീൻ. എരിവൊക്കെ ചേർക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു എരിവുള്ള 3 പച്ചമുളകും വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി എടുത്തിട്ടുണ്ട്. അതുപോലെ പുളി നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ ചതച്ചെടുത്താൽ മതിയേ. നമ്മുടെ മീൻ നല്ല കൊഴുത്ത ചാറുണ്ടാവാനായിട്ട് ഞാൻ 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. തക്കാളി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ, നല്ല ടേസ്റ്റ് ആട്ടോ മീൻ കറിക്ക്. ഇനി നമുക്ക് മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതും കൂടി ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുകും ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. രണ്ടും ഒരുപോലെ ഇട്ട് കൊടുക്കണേ. ഒരുപാട് ഉലുവ ഇടരുത്. കടുക് അതിൽ ഒരുപാട് ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ കയ്പ്പ് ചുവ ഉണ്ടാവും. അതിനുശേഷം നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കറി വയ്ക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ എടുത്തു വെച്ച പൊടികളെല്ലാം മുങ്ങിക്കിടക്കുന്ന രീതിയിൽ അതിന് വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. കറിക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഈ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി നല്ലപോലെ മൂത്ത് കഴിയുമ്പോൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതാ ഈ ഒരു പാകമാകുമ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ഈ പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടികൾ നല്ലപോലെ വെളിച്ചെണ്ണയിൽ മുങ്ങത്തക്ക രീതിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം എന്ന് പറയാൻ കാരണം അത് ഈ പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരുപാട് അങ്ങ് മൂപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ നമ്മുടെ കറിക്ക് നല്ല കൊഴുത്ത ചാറുണ്ടായി കിട്ടും കേട്ടോ. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണേ. തക്കാളി നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ. എന്നാലാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, നല്ല കൊഴുപ്പും കിട്ടും. ചിലരൊക്കെ പറയാറുണ്ട് എന്തോരം നോക്കിയാൽ ഈ കറി പച്ചവെള്ളം പോലെ ഇരിക്കുള്ളൂ, കറിക്ക് കൊഴുപ്പുണ്ടാവണില്ല എന്ന്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഇനി നമുക്ക് ആ പുളി ഇട്ട് വെച്ച വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം എന്തോരം മീനുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കഷ്ണങ്ങളൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കാൻ രീതിയിൽ ഒഴിച്ചു കൊടുക്കണേ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ തക്കാളി അരച്ചത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് നല്ലപോലെ തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 10-11 പുളി ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. ഇപ്പോൾ അതൊക്കെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മീനിനകത്ത് ഇടുന്ന പുളി നല്ലതാണെങ്കിൽ നമുക്കിടെ കറി നന്നായി കിട്ടും. അപ്പോൾ അത് നമ്മൾ സൂക്ഷിച്ച് വേണം വാങ്ങാനായിട്ട്. ഇതിപ്പോൾ അത്യാവശ്യം പുളി ഉണ്ട് എന്നാൽ ഒരുപാട് പുളിയോട്ട് ഇല്ലാനും കയ്പൊന്നുമില്ലാത്ത നല്ല പുളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതാ കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ കഷ്ണങ്ങളൊന്നും പൊടിഞ്ഞു പോകരുത്. പതിയെ ഒന്ന് മുട്ടാതെ ഒന്ന് ഇളക്കി കൊടുക്കണേ. എന്നാലാണ്ട് എരിവും പുളിയും ഉപ്പുമൊക്കെ എല്ലാം അതിനകത്തേക്ക് പിടിക്കുള്ളൂ. മുങ്ങിക്കിടന്ന് അതൊന്ന് തിളയ്ക്കണം. അപ്പോൾ ഇതാ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഇതിപ്പം നല്ല ചുമന്ന കളർ കിട്ടണമെങ്കിൽ നമുക്ക് കാശ്മീരി മുളക് പൊടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഈ സമയത്ത് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല, സാധാ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കാശ്മീരി മുളകും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ചുവന്ന കളർ കിട്ടുമേ. അപ്പോൾ ഇതാ കണ്ടില്ലേ, കോമളകൾ പോലെ വന്ന് വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല കൊഴുത്ത ചാറുള്ള മീൻ കറിയാണ് കേട്ടോ. കാറ്ററിംഗ് സ്പെഷ്യലൊക്കെ പോലെ തന്നെയുള്ള മീൻ കറിയാണിത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. മീൻ കറിയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി ഒരു ദിവസമൊക്കെ ആയി വരുമ്പോഴത്തേനും കഴിച്ചു നോക്കുമ്പോഴാണ് അതിനുള്ള ശരിക്കുള്ള ടേസ്റ്റ് കിട്ടണേ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.